ലോകത്തിൻ്റെ അന്ത്യത്തിനിടയായിത്തീരും. ഇപ്പോൾ തന്നെ എത്ര രാഷ്ട്രങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങൾ ഇരിപ്പുണ്ട്. ഒരിക്കലെന്തോ പാകിസ്ഥാൻ ഇന്ത്യയുടെ മേൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു പിന്നെ പാകിസ്ഥാൻ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഉണ്ടാവില്ല എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം നമ്മളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കുമെന്നാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഇത്തരത്തിൽ അവകാശപ്പെടാനുണ്ട്, ഓരോ രാജ്യങ്ങൾക്കും ഇത്തരത്തിൽ പറയാനുണ്ടത്. ഇത് മുഴുവനും നമ്മുടെ കണാദ മഹർഷിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പം കണാദനിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ചരകനിൽ നിന്ന് ആര്യഭട്ടനിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അവർ പറഞ്ഞെടുത്ത് നാം അവസാനിപ്പിച്ചു, സ്വസ്ഥമായി മാറിയിരുന്നു. അപ്പം അവിടെയാണ് സംഭവിച്ചത്. അപ്പം നമുക്ക് ലോകത്തിന് ഇനിയും നൽകാനുണ്ട്. ലോകത്തിലെ ഏറെ ബുദ്ധിശക്തിയുള്ള ആളുകൾ നമ്മളാണ്. അമേരിക്കയുടെ സിലിക്കൺ വാലിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭാരതീയർ തിരിച്ചു പോരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ വാലി നിശ്ചലമാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ഇന്ത്യക്കാരായ ഡോക്ടർമാർ തിരിച്ചു പോരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഒട്ടുമുക്കാലും ആശുപത്രികൾ അടച്ചിടേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയിൽ റിസഷനൊക്കെ ഉണ്ടായി, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഇന്ത്യക്കാരായ ആളുകളുണ്ട്, ഗുജറാത്തികളുണ്ട്, പഞ്ചാബികളുണ്ട്, മലയാളികളുണ്ട്. ഇവർക്കൊന്നും ഇത് ബാധകമല്ല. ഇവരിൽ ചിലരൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇനി ഒരു 10 വർഷം കൂടി റിസഷൻ വന്നാലും ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. കാര്യം ഞങ്ങളുടെ അതിനും മാത്രം സേവിങ്സ് ഉണ്ട്. ഞങ്ങളുടെ ഒരു പാരമ്പര്യമാണ്. ഞങ്ങൾ തിന്ന് ദൂർത്തടിക്കുകയല്ല ചെയ്തിരുന്നത്. ഞങ്ങൾ കടം വാങ്ങിക്കൂട്ടിയിട്ടില്ല. ഞങ്ങളുടെ സമ്പാദ്യങ്ങളുണ്ട് ബാങ്കിൽ. ഞങ്ങൾക്ക് ജീവിക്കാം. 80 ലക്ഷം ടൺ സ്വർണമാണ് ഭാരതത്തിലെ സ്ത്രീകളുടെ അമ്മമാരുടെ കയ്യിലിരിക്കുന്നത്. അടുത്ത കാലത്ത് 4 മെട്രോ നഗരങ്ങളിലും 50 ചെറുകിട ഇടത്തരം നഗരങ്ങളിലും ലോക്കറുകളിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 80 ലക്ഷം ടൺ സ്വർണം 100 കോടി ആളുകളുടെ കയ്യിലിരിപ്പുണ്ട് എന്ന് പറഞ്ഞത്. ഉദ്ദേശമാണ്. ഇതിലും എത്രയോ മടങ്ങ് വരാം. നമ്മളിൽ എത്ര പേര് കൊണ്ട് ലോക്കറി വയ്ക്കുന്നുണ്ട്? വളരെ കുറച്ച് ആളുകളെ വയ്ക്കുന്നുള്ളൂ. നീ ലോക്കറി വയ്ക്കാത്ത സ്വർണം എത്രയാണ്? അതും അവർ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ലോക്കറി വയ്ക്കാത്ത ഇത്ര, അതിലും വളരെ കൂടുതലാണ്. ഇനി നമ്മുടെ ക്ഷേത്രങ്ങളിൽ എത്ര ഇരിപ്പുണ്ട്? റിസർവ് ബാങ്കിൻ്റെ എത്ര ഇരിപ്പുണ്ട്? അപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള ഒരു രാജ്യമാണ് നാം. ഇപ്പം നാം പട്ടിണി രാജ്യമല്ല. പക്ഷെ നമ്മൾ പട്ടിണി എന്ന് പറയുന്നത് പാശ്ചാത്യമായ കാഴ്ചപ്പാടി നോക്കുമ്പോഴാണ് നമുക്ക് പട്ടിണി ഉണ്ടാവുന്നത്. ഇവിടെ ഭിക്ഷ തണ്ടുക എന്ന് പറയുന്നത് വളരെ മാന്യമായ ഒരു കാര്യമാണ്. പിച്ചയല്ല, ഭിക്ഷ. സന്യാസിമാർ ഭിക്ഷയെടുത്താണ് കഴിച്ചിരുന്നത്. പക്ഷെ ഒരു പാശ്ചാത്യൻ്റെ കാഴ്ചപ്പാടി നോക്കുമ്പോൾ ഭിക്ഷ എന്താണ്? മോശമാണ്, നികൃഷ്ടമാണ്. അത് പിച്ചയാണ്. അവന് നമുക്കിത് ഭിക്ഷയാണ്. അപ്പം ഞാൻ ബുദ്ധനെ പറ്റി പറഞ്ഞു. അപ്പം ബുദ്ധനും ഒരു രാജാവ് ഭിക്ഷയെടുത്താണ് ജീവിച്ചിരുന്നത്. രാജാവിന് അതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ ഇവിടെ മാന്യമാണ്. ഭിക്ഷ കൊടുക്കുന്നത് പുണ്യമാണ്. ഇത് നാം സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഈ കാഴ്ചപ്പാട് നമ്മുടേതാണ്. ഇപ്പം കൊടുക്കുകയും കൊള്ളുകയും ചെയ്യുന്ന പരസ്പര പൂരകമായ ഒരു റെസിപ്രോക്കലായുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത്. ആ സാമ്പത്തിക വ്യവസ്ഥയ്ക്കൊക്കെ അങ്ങും ഇങ്ങുമൊക്കെ കോട്ടം സംഭവിച്ചു. അത് പൂർണ്ണമായി വിസ്മരിക്കപ്പെട്ടു പോയിട്ടില്ല. ഇന്ന് ഗ്രീസുകാർക്കാണെങ്കിൽ ഗ്രീസിൻ്റെ പൂർവികതയെ പറ്റി ഒന്നും അറിയത്തില്ല. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി. മൊത്തമായി 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതത്തിലേക്ക് വന്നതോടുകൂടി യവന പാരമ്പര്യങ്ങളും യവന സംസ്കാരവും യവന മൂല്യങ്ങളുമൊക്കെ അവർ കുഴിച്ചു മൂടിയിട്ട് അവർ വൈദേശികമായ ഒന്നിനെ സ്വീകരിച്ചു. ഭാരതത്തിൽ ആ ദുർഗതി സംഭവിച്ചില്ല. ഇന്നും ഗ്രാമങ്ങളിലെ വീടുകളിൽ വിളക്ക് വയ്ക്കാറുണ്ട്, ആൽത്തറകളിൽ വിളക്ക് വയ്ക്കാറുണ്ട്, വൃക്ഷങ്ങളെ ആരാധിക്കാറുണ്ട്. കാവുകളെ കേരളത്തിലെ വെട്ടി നശിപ്പിച്ചുള്ളൂ, പാമ്പുകളെ കേരളത്തിലെ തല്ലിക്കൊന്നുള്ളൂ. ഇതൊക്കെ പ്രകൃതിക്ക് ആവശ്യമുള്ളതാണ്. ഈ പ്രകൃതിയിൽ ഈശ്വരൻ സൃഷ്ടിച്ചതൊന്നും ഒരു കാര്യവും അനാവശ്യമായി സൃഷ്ടിച്ചിട്ടില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യനും ജീവജാലങ്ങൾക്കും ഗുണമേകുന്ന രീതിയിലാണ് കാര്യങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാശ്ചാത്യ കാഴ്ചപ്പാടോട് നോക്കുമ്പോൾ ഈ കാവ്യത്തിനാണ് ഇവിടെ റബ്ബർ തോട്ടം വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാം. പക്ഷേ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൽ ഈ കുളം എന്തിനാണ്? അപ്പം കേരളത്തിലെ ഭൂഗർഭജല സ്രോതസ് അടഞ്ഞു പോകും. ഇതൊരു ഉപാസനയായിട്ടാണ്, ഒരു ആരാധനയായിട്ടാണ് ഇത് നാം കാത്തു സൂക്ഷിച്ചിരുന്നത്. അപ്പം ഇത് നമുക്ക് ലോകത്ത് നിന്ന് ഉൾക്കാന്ന് ഇത് നമുക്ക് കൊടുക്കാൻ ലോകത്തിൻ്റെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാം. വിഭവശോഷണത്തിൻ്റെ കാര്യത്തിൽ വിഭവങ്ങൾ മതിയാകാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. കൊടുക്കാം. കൂടുതൽ എന്തിനാണ് നാം വെച്ചുകൊണ്ടിരിക്കുന്നത്? തേന തെക്തേന ഭുജിതാം എന്നാണ് ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നത്. ഇതാണ് സന്ദേശം. അപ്പം ഈ രീതിയിൽ ആണ് നാം കരുതുന്നത്. അപ്പം അരവിന്ദ മഹർഷി ഈ ഒരു പ്രക്രിയ നേരത്തെ കണ്ടിരുന്നു. ഒരു 50-60 വർഷം മുമ്പ് കണ്ടിരുന്നു.
അരവിന്ദ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ഈ വിഭജനം നടക്കുമ്പോൾ, ഭാരതത്തെ വിഭജിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വിഭജനം തൽക്കാലത്തേക്കുള്ളത് മാത്രമാണെന്ന് പറയുന്നുണ്ട്. ഇത് ആത്യന്തികമല്ലെന്ന് പറയുന്നുണ്ട്. ഈ വിഭജനം ഒരിക്കൽ അവസാനിക്കുമെന്ന് പറയുന്നുണ്ട്. വീണ്ടും ഭാരതം പഴയ പോലെ ഒന്നായി തീരുമെന്ന് പറയുന്നുണ്ട്. ഈ മാറി വരുന്ന ആഗോള സാമ്പത്തിക ക്രമത്തിൽ സംഭവിച്ചുകൂടാഴികയില്ല. അദ്ദേഹം പറയുന്നുണ്ട് 2020 എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രപരമായി ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. വേറൊരു അവസ്ഥയിലേക്ക് ഭാരതവും ഭാരതത്തിലെ ജനങ്ങളും മാറ്റപ്പെടുകയാണ്. ഇപ്പം നാം എല്ലാം പറഞ്ഞു തുടങ്ങി. 2020 നമ്മൾ കണക്ക് കൂട്ടിയിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കൂട്ടിയിട്ട് നാം പറഞ്ഞു, ശരിയാണ്, 2020 ഈ 7% GDP ഇങ്ങനെ ക്രമമായി വർദ്ധിച്ചു പോയി കഴിഞ്ഞാൽ, 8% വർദ്ധിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിലെ ദരിദ്രരുടെ എണ്ണം കുറയും, മധ്യവർഗത്തിൻ്റെ എണ്ണം കൂടും. കഴിഞ്ഞ 10 വർഷത്തിലെ കണക്ക് കൂട്ടിയപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ 2020 ഭാരതം ഒരു സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ളത്. അപ്പം വിവേകാനന്ദ സ്വാമികൾ ഇതിനെ ശൂദ്ര രാജ എന്ന് പറഞ്ഞെങ്കിൽ അപ്പം അതിനടുത്ത ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഇതും ആത്യന്തികമല്ല. അപ്പോൾ പാശ്ചാത്യ ലോകത്തിന് ഫ്യൂഡലിസത്തിൽ നിന്ന് അടിമ വ്യവസ്ഥയിൽ നിന്ന് ഫ്യൂഡലിസത്തിലേക്കും, ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്കും, ക്യാപിറ്റലിസത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്കും അപ്പുറം പോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കമ്മ്യൂണിസം അകാലത്തിൽ പരാജയപ്പെട്ടത് കൊണ്ട് അവരതിന് പുതിയ ഓൾട്ടർനേറ്റീവ് ഉണ്ടായ ആഗോളവൽക്കരണം എന്നുള്ള ആഗോള ചൂഷണത്തിനുള്ള ലൈസൻസായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അരവിന്ദ മഹർഷി പറയുന്നത്, ഇനിയും ഈ സൂപ്രാ റാഷണൽ പീരീഡ് കവർ ചെയ്യേണ്ടത് സബ്ജക്റ്റീവ് ഏജന്റ്, ആത്മനിഷ്ഠമായ ഒരു കാലഘട്ടം ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. വ്യക്തിനിഷ്ഠമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം ഈ ക്രൈസിസ് ഉണ്ട്. ഇത് ആഗോള ക്രൈസിസ് ആണ്, എവല്യൂഷണറി ക്രൈസിസ് എന്ന് പറഞ്ഞ പരിണാമ പ്രതിസന്ധി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാവുന്ന ഈ പ്രതിസന്ധി ആണിപ്പോൾ നാം കാണുന്നത്. ഈ പ്രതിസന്ധിക്ക് നമുക്ക് സംഭാവന ചെയ്യാൻ സാധ്യമുള്ളൂ. റിസഷൻ 1930 മുതൽ രേഖപ്പെടുത്തിയ 36 റിസഷനുകൾ ഉണ്ടായിട്ടുണ്ട് ലോകത്താകമാനം. ഭാരതം ഒരിക്കലും ഇത് അനുഭവിച്ചിട്ടില്ല. ആഗോള സാമ്പത്തിക ക്രമത്തിൻ്റെയും ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെയും ഭാഗം അല്ലാതിരുന്നുകൊണ്ടാണ്. ഇന്നും ഭാരതത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഈ റിസഷൻ ഒരു പ്രശ്നമല്ല, ഗ്രാമീണർക്കൊരു പ്രശ്നമല്ല. 80% ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയേ അല്ല, അവർ പല്ല് പറഞ്ഞിട്ടേ ഇല്ല. ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് പ്രതിസന്ധിയാണെന്ന് വെച്ചാൽ അറിയത്തില്ല. ഒരുപക്ഷെ ഏറെ ആഗോള സമ്പദ്ക്രമവുമായി സാമൂഹ്യക്രമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലായിരിക്കാം ഇത് ദോഷം ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പം ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ അടുത്ത ഈ മൂവ്മെൻ്റ് ഉണ്ട്, സബ്ജക്റ്റീവ്, ഈ വ്യക്തിഗതമായ ഈ കാലഘട്ടത്തിൽ നിന്ന് ആത്മനിഷ്ഠമായ ഒരു കാലഘട്ടത്തിലേക്ക്, സൂപ്രാ റാഷണൽ ആ സ്റ്റേജിലേക്കുള്ള കാൽവയ്പ്പാണ്. ആത്മനിഷ്ഠമാണ് ഇവിടെ പ്രശ്നം, മനുഷ്യ വ്യക്തിയല്ല ഇവിടെ പ്രശ്നം. അപ്പം ആ രീതിയിലുള്ള ഒരു അനുക്രമമായ മുന്നേറ്റമാണ് നമുക്ക് ഭാരതത്തിന് കാഴ്ചവെക്കാനുള്ളത്. ഇപ്പം ലോകത്തെ മുഴുവൻ കാണിക്കാം. അപ്പം ഈ ഒരു പക്ഷെങ്കിൽ ഈ റിസഷൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തീർച്ചയായിട്ടും മറികടക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേയല്ല, തീർച്ചയായിട്ടും മറികടക്കുക തന്നെ ചെയ്യും. പക്ഷേ 2008 ഇടയിൽ 36 റിസഷനുകൾ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കണം നാം. ഇന്ന് റിസഷനെ പറ്റി നാം ഇതിനു മുമ്പ് അറിയാതെ പോയത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പോരായ്മയാണ്, വിവരങ്ങളുടെ ഈ കൈമാറ്റത്തിൽ വന്ന അപാകത കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള സ്പീഡ് കുറവ് കൊണ്ടാണ് നാം അറിയാതെ പോയത്. അപ്പം ഇനിയും ഓവർകം ചെയ്താലും വീണ്ടും ഇവർക്ക് റിസഷൻ ഉണ്ടാവാം, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാം. ഒന്നിൽ നിന്ന് വളരെ രൂക്ഷമായ പ്രതിസന്ധിയാണ് മറ്റൊന്നെന്ന് പറയുന്നത്. 30-ലെ പ്രതിസന്ധിയെക്കാളും എത്രയോ രൂക്ഷമാണിത്. അപ്പം ഈ രൂക്ഷമായ പ്രതിസന്ധികൾ 100 ബാങ്കുകൾ തകർന്ന് തരിപ്പണമായി പോയി. അപ്പം ഇത് ഭാരതത്തിൽ നടക്കാഞ്ഞത് ഇവിടുത്തെ മിക്സഡ് എക്കോണമിയുടെയോ അല്ലെങ്കിൽ സോഷ്യലിസത്തിൻ്റെ വ്യാപനം കൊണ്ടല്ല. സോഷ്യലിസവും മിക്സഡ് എക്കോണമിയും ഒക്കെ വരുന്നതിന് മുമ്പും ഇതുപോലെയുള്ള ആഗോള പ്രതിസന്ധികളെ ഭാരതം അതിജീവിച്ചിട്ടുണ്ട്, ഭാരതത്തിൽ അത് ഏശിയിട്ടില്ല. അപ്പം ഇന്നോളമുള്ള എല്ലാ പരിണാമങ്ങളെയും പോലെ ഇതും ഒരു സ്വാഭാവികമായും അനിവാര്യവുമായാണ് എന്നാണ് അരവിന്ദ മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഈ പരിണാമ പ്രക്രിയ, സൂപ്രാനാഷനിലേക്കുള്ള ആ മൂവ്മെന്റ് അത് അനിവാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരാലും തടയപ്പെടാനൊക്കില്ല. അപ്പം അദ്ദേഹം പറയുന്നത് ഒരു ജ്യോതിശാസ്ത്രപരമായ ഒരു ടേണിംഗ് പോയിന്റാണ് 2020 എന്ന് പറയുന്നത്. അപ്പം 2020 എന്ന് പറയുന്ന ആ ടേണിംഗ് പോയിന്റിൽ ഇത് പൂർത്തീകരിച്ചേ ഒക്കെയുള്ളൂ. ഇത് സ്വാഭാവികമാണ്.
ഡാർവിൻ ഒരു പക്ഷേ വാല് പൊഴിഞ്ഞു എന്ന് പറയേണ്ടി വന്നത് മനുഷ്യ സൃഷ്ടിയുടെ കഥ, മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് ഈശ്വരന് അവൻ്റെ ഇതിലേക്ക് ജീവൻ പകർന്നു എന്നുള്ള ഒരു തെറ്റായ കഥ പറഞ്ഞു പരത്തിയത് കൊണ്ടാണ്. അതിലെ ഏറെ ശോചനീയമായ കാര്യം അത് സ്ത്രീക്ക് ദൈവത്തിൻ്റെ ആത്മാവോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അബ്രഹാമിക മതങ്ങളുടെ വിശ്വാസം. സ്ത്രീയെ സൃഷ്ടിച്ചത് വാരിയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ടാണ് ഈ അബ്രഹാമിക മതങ്ങൾ സ്ത്രീകൾക്ക് ഒരു പ്രാമുഖ്യവും കൊടുക്കാത്തത്. യഹൂദന്മാർ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്, അവരുടെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നീ എന്നെ ഒരു സ്ത്രീയായി സൃഷ്ടിക്കാഞ്ഞതിൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീയായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ മോശമായ കാര്യമാണ്. മോക്ഷമില്ല, ആത്മാവില്ല. അടുത്ത കാലത്തെ ക്രിസ്തുമതമാണ് ഇത് സമ്മതിക്കുന്നത്. ഇപ്പോഴും ഇസ്ലാം മതം സമ്മതിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ലോകം, അതുകൊണ്ട് ഇപ്പം ലോകം ഉറ്റുനോക്കുന്നത് ഒരിറ്റ് കരുണയ്ക്ക് വേണ്ടി, മോചനത്തിന് വേണ്ടി ഉറ്റുനോക്കുന്നത് ഭാരതത്തെയാണ്. അപ്പം ആഗോള താപമാനം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ അഥർവവേദമാണ് അവർ നോക്കിയത്. അഥർവവേദത്തിൽ ഒന്നുണ്ട്. അഥർവവേദത്തിൽ നിന്നുള്ള പേപ്പർ ആഗോള സമ്മിറ്റിൽ, ഉച്ചകോടിയിൽ, ഭൗമ ഉച്ചകോടിയിൽ അവതരിപ്പിച്ചപ്പോൾ അവർ ചോദിച്ചു, ഇത് നിങ്ങൾ എത്ര കാലം പൂഴ്ത്തിവെച്ചത് എന്താണ്? പ്രകൃതിയെ മാതാവായിട്ട് കണക്കാക്കണം. ആ മാതൃഭാവേന പ്രകൃതിയെ സമീപിച്ചിരുന്നെങ്കിൽ ഈ ദോഷം വരില്ലായിരുന്നു. വിഭവങ്ങളുടെ പങ്കുവയ്ക്കലാണ് വേണ്ടതല്ല, വിഭവങ്ങളുടെ ചൂഷണമല്ല. ഭാരതത്തിൽ ദോഹനമാണ്. അവിടെ ആധ്യാത്മികം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ നാം പറയുന്ന ഭൗതികതയിൽ യോഗക്ഷേമം മഹാത്മ്യം എന്നാണ്. യോഗോക്ഷേമവും ഒക്കെ തരുന്നത് ആരാണ്? നമ്മളിതൊക്കെ ചെയ്താലും ഇതൊക്കെ ചെയ്ത് തരുന്നത് ആരാണ്? അത് ഈശ്വരനാണ്, ഞാനാണെന്ന് കൃഷ്ണൻ പറയുകയാണ്. ഞാനെന്ന് പറയുന്നത് മഹാവിഷ്ണുവാണെന്നുള്ള അർത്ഥത്തിൽ, സാക്ഷാൽ ഈശ്വരനാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പം ഇതാണ്, ഈ സന്ദേശമാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭൗതിക നേട്ടങ്ങൾ അല്ലെ ശാസ്ത്രീയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇത് വ്യക്തിയുടേതല്ല എന്ന് മനസ്സിലാക്കണം. അപ്പം ക്രിസ്തുവിൽ ധാരാളമായി ഹൈന്ദവ സ്വാധീനം, അദ്വൈത സ്വാധീനം വളരെ കൂടുതലായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വേറൊന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അലക്സാണ്ടറുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. വിജ്ഞാനം തേടിയാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഇപ്പം മുസ്ലിങ്ങൾ വന്നു. അവരെന്തിനാണ്? നമ്മുടെ സമ്പത്താണ്. 80 ലക്ഷം ടൺ സ്വർണമാണ് ഇവിടുത്തെ വീടുകളിലുണ്ടായിരുന്നത്. അതിലെത്രയോ കൂടുതൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഇത് കൊള്ളയടിക്കുക എന്നുള്ളതാണ് വന്നത്. അപ്പം അവർക്കും സ്ഥായിയായ ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. അവർക്ക് ലോകത്തെ ഒരു സ്ഥിരമായ പന്ഥാവിലൂടെ, ഒരു പാതയിലൂടെ നയിക്കുന്നതിന് അവർക്ക് ലക്ഷ്യങ്ങളില്ല. അവരുടേതായ സങ്കുചിതമായ ലക്ഷ്യങ്ങൾ മാത്രം. അവിടെയാണ് സംഭവിച്ചത്. പക്ഷെങ്കിൽ പാശ്ചാത്യ സംസ്കാരം വന്നു കഴിഞ്ഞപ്പോൾ, കൊളോണിയലിസം വന്നപ്പോൾ ഭാരതത്തെ സാംസ്കാരികമായി പിച്ച് ചീന്തി തിന്നാണ് ശ്രമിച്ചത്. സാംസ്കാരിക തനിമ നഷ്ടപ്പെട്ടപ്പോഴാണ് ഭാരതം 3 വിഭാഗങ്ങളായി വിഭജിക്കപ്പെടേണ്ടി വന്നത്. ആ സാംസ്കാരികതയ്ക്കെതിരെയാണ്. പക്ഷേ ഇതിനെയൊക്കെ നാം അതിജീവിച്ചു, ഫലപ്രദമായി അതിജീവിച്ചു. പലപ്പോഴും നിങ്ങൾ ഇത് ചിന്തിച്ചു നോക്കുക, തൊട്ടടുത്ത ചൈനയുടെ അത്രയും സൈനിക ശക്തി ഭാരതത്തിനുണ്ടോ? സോവിയറ്റ് യൂണിയൻ്റെ അത്രയും സൈന്യശക്തി ഭാരതത്തിനുണ്ടോ? അമേരിക്കയുടെ അത്രയും സൈനിക ശക്തി ഭാരതത്തിനുണ്ടോ? 34 കോടി ജനങ്ങളുടെ സൈനിക ശക്തി എന്താണ്? 110 കോടിയുടെ സൈനിക ശക്തി എന്താണ്? ഭാരതം ഇന്ന് നിലനിൽക്കുന്നു. ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ സൈനിക ശക്തിയിൽ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവിടെ പട്ടിണി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അത് തകർന്നു പോയി. ഭാരതത്തിൽ എത്രയോ പട്ടിണിയെ അതിജീവിച്ചു ഭാരതം. ഇനിയും വരാനിരിക്കുന്ന പട്ടിണികളില്ലേ? 60കളിലെ പട്ടിണി അനുഭവിച്ചില്ലേ? 40കളിലെ പട്ടിണി അനുഭവിച്ചില്ലേ? അതിനു മുമ്പ് 18ഉം 19ഉം നൂറ്റാണ്ടിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും വരൾച്ചയും ക്ഷാമവും ഇവിടെ ബാധിച്ചിരുന്നില്ലേ? ഭാരതം ഇതൊക്കെ ഒരുതരം ശിരസാ വഹിക്കാനുള്ള ഒരു മനോഭാവം ഭാരതത്തിൻ്റെ സംസ്കാരത്തിനുണ്ട്. പിൻബലം, വേദാന്തത്തിൻ്റെ പിൻബലം, ഇത് കാലാകാലങ്ങളിൽ നമുക്ക് വിശദീകരമാക്കി തരാനുള്ള സംവിധാനമുണ്ട്. അപ്പം ലോകം ഇന്ന് പ്രതീക്ഷിക്കുന്നത്, ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്നത്, ഭാരതത്തിന് എന്ത് ഓൾട്ടർനേറ്റീവ് കൊടുക്കാൻ സാധിക്കും? ജനാധിപത്യം അതിൻ്റെ കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ശൂദ്രരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അത് ചെയ്യേണ്ട കാലഘട്ടത്തിൽ അത് ചെയ്തു. അതിനൊരു കാലികമായ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് നിർവഹിച്ചു കഴിഞ്ഞു, പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവതാരധർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് എന്ത് സംഭാവന ചെയ്യാൻ സാധിക്കും? സാമ്പത്തിക കാഴ്ചപ്പാടിൽ, ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ, അതുപോലെ തന്നെ ഈ സാർവദേശീയ പ്രശ്നങ്ങളുടെ കാഴ്ചപ്പാടിൽ
ഭീകരവാദത്തിൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ ഓരോ കാഴ്ചപ്പാടിലും ഭാരതത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സംഭാവന ചെയ്യാൻ സാധിക്കും? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭാരതം ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇടയ്ക്ക് എവിടോ ഒരു 14-15 നൂറ്റാണ്ട് മുതൽ ഭാരതത്തിനൊരു അന്തർമുഖത്വം സംഭവിച്ചിരിക്കുകയാണ്. എന്തോ ശക്തമായ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ്. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളിൽ എന്ത് മാറ്റം സംഭവിച്ചോ അവിടെയാണ് നമ്മളുടെ ഈ തിരിച്ചടികളുടെ തുടക്കം ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് വേണ്ടത് വരുന്ന ഈ നൂറ്റാണ്ടിൽ, ഈ 2020 മുതൽ തുടങ്ങുന്ന നമ്മുടെ നൂറ്റാണ്ടിൽ, ആ സഹസ്രാബ്ദത്തിൽ നമുക്ക് ലോകത്തിൻ്റെ ജഗദ്ഗുരു സ്ഥാനത്തേക്ക് വീണ്ടും ഉയർത്തപ്പെടണം ഭാരതത്തെ. അലക്സാണ്ടർ അന്വേഷിച്ചു വന്ന പോലെ, ഫാഹിയാൻ അന്വേഷിച്ചു വന്ന പോലെ, ഹുയാൻസാങ് അന്വേഷിച്ചു വന്ന പോലെ ലോകത്തിൻ്റെ അറിയപ്പെട്ടതും അറിയുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി ആളുകൾ ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഈ ബൗദ്ധിക സമ്പത്ത് പങ്കുവച്ചിട്ടുണ്ട്, വിഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അശോക ചക്രവർത്തിയാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പൂർവേഷ്യൻ രാജ്യങ്ങളിലും ദക്ഷിണ ഭാരതത്തിലും ഇരുമ്പിൻ്റെ പ്രചരിപ്പിച്ചത്, ഇരുമ്പ് തുണിനെയ്ത്ത് പ്രചരിപ്പിച്ചത് അശോകൻ്റെ കാലത്താണ്, മൗര്യ ചക്രവർത്തിമാരുടെ കാലത്താണ്. അതുവരെ ഇത്തരം കാര്യങ്ങളൊന്നും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ആർക്കും അറിയത്തില്ലായിരുന്നു. 3-ാം നൂറ്റാണ്ടിലാണ്. ഹെറോഡോട്ടസ് പറയുന്നുണ്ട്, വരുന്ന വഴിക്ക് കാണുന്ന ജനങ്ങളെ സമൂഹത്തെ പറയുന്നുണ്ട്. ഏതോ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഹെറോഡോട്ടസ് കാണുന്ന ആ നാട്ടിലെ രോഗമൊക്കെ ബാധിച്ചവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. വേറൊന്നിനുമല്ല, ആ ആളുകൾ മനുഷ്യമാംസം മരിച്ചവരെ കഴിക്കുന്നവരാണ്. രോഗം ബാധിച്ച് ശരീരം മോശമായി കഴിഞ്ഞാൽ മാംസം നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇയാൾ ജീവിച്ചിരിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ കൊന്ന് സമൂഹം വെട്ടിഞ്ഞുറുക്കി തിന്നുന്ന ആളുകളെ കണ്ടു എന്നാണ് ഹെറോഡോട്ടസ് തൻ്റെ ഹിസ്റ്റോറിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഭാരതത്തിലേക്ക് വന്നപ്പോൾ എഴുതിയ ആ ചരിത്ര ഗ്രന്ഥത്തിൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അവൈലബിളാണ്, അതിലെഴുതിയിട്ടുള്ളത്. അതുപോലെ മൃഗതുല്യമായി ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ വിഭിന്നമായി അലക്സാണ്ടർ ഈ പോളൻ ഖൈബർ പാസ് കടക്കുമ്പോൾ പറയുന്നത്, ഏറെ നാളത്തെ യാത്രയ്ക്ക് ശേഷം വസ്ത്രം ധരിച്ച മനുഷ്യരെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. അപ്പം ഇത് ഭാരതമാണ്. അപ്പം അവർ പ്രതീക്ഷിച്ച പോലെ, കേട്ടറിഞ്ഞ പോലെ തന്നെ ഒരു ഉദാത്തമായ നാടാണ്. അപ്പം ലോകത്തിന് മുഴുവൻ സംസ്കാരം പങ്കുവെച്ചത്, വിഭവങ്ങൾ പങ്കുവെച്ച ഒരു പാരമ്പര്യം. അതിനാണ് ഈ അശോക ചക്രവർത്തിയുടെ കാര്യം പറഞ്ഞത്. അശോക ചക്രവർത്തി പടയോട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പടയോട്ടങ്ങളോടൊപ്പം തങ്ങളുടെ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുകയായിരുന്നു. ബുദ്ധസന്യാസിമാരെയാണ് ഈ പടയോട്ടങ്ങളോടൊപ്പം വിട്ടിരുന്നത്. പക്ഷെ അവിടെ യുദ്ധമായിരുന്നില്ല ചെയ്തത്. ശ്രീരാമൻ്റെ കാലത്ത് ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി ശ്രീലങ്കയിലേക്ക് സൈന്യത്തെ അയച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഭരണമല്ല, ധർമ്മമാണ് സംരക്ഷിക്കപ്പെട്ടത്. അപ്പം ലോകത്തിൻ്റെ ധർമ്മ സംരക്ഷകരെന്നുള്ള ആ ഒരു നിലയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. ഇതാണ് ലോകം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കണം ഈ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ, നമ്മുടെ സാംസ്കാരിക സമന്വയത്തിലൂടെ, എല്ലാം നമ്മുടെ നിത്യജീവിതത്തിലൂടെ നാം കാക്ഷിക്കേണ്ടത്. മുമ്പേ പറഞ്ഞ പോലെ കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പിക്കുകയല്ല നമ്മുടെ കുട്ടികളെ ചെയ്യേണ്ടത്. എന്നുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കാലം പോകുമ്പോൾ അവരെയും അതിന് തയ്യാറാക്കുക. ഒപ്പം അവരെ നമ്മുടെ ധാർമ്മിക വ്യവസ്ഥയെപ്പറ്റി, ധർമ്മബോധത്തെപ്പറ്റി അവരെ പരിചയപ്പെടുത്തുക. നമ്മുടെ ക്ഷേത്രങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മുടെ പുരാണങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മുടെ വേദങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതിൻ്റെ സന്ദേശം അവർക്ക് കൊടുക്കുക. അക്ഷരം പ്രതി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ ആളുകളും, ഗാന്ധി ആയിക്കൊള്ളട്ടെ, ഛത്രപതി ശിവജി ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഭാരതത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ നയിച്ച എല്ലാവരും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നമ്മുടെ പുരാണേതിഹാസങ്ങളുടെ കഥകൾ കേട്ട് വളർന്ന ആളുകളാണ് അത്തരത്തിലെ ഭാരതത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ കാര്യം എടുത്തു നോക്കിക്കോ. മഹാത്മാഗാന്ധി എന്താണ്, ലോകത്തിൽ ആരെങ്കിലും സ്വാതന്ത്ര്യ സമരം ചെയ്തിട്ട് അതിൻ്റെ ഫലം വേണ്ട എന്ന് പറഞ്ഞിട്ട് കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ആരെങ്കിലും തയ്യാറാകുമോ? ജോർജ് വാഷിങ്ടൺ അമേരിക്കയിലെ കോളനികളിലെ ബ്രിട്ടനെതിരെ സമരം ചെയ്തു, ഇതേ രീതിയിൽ സമരം ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ പ്രഥമ പ്രസിഡന്റായി. ലെനിന് സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം, സോഷ്യലിസ്റ്റ് വിപ്ലവം നയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അധികാരത്തിൽ അദ്ദേഹം എത്തി. നെൽസൺ മണ്ടേല എത്തി. ലോകത്തിന് ഏത് ഭാഗത്ത് നോക്കിയാലും ഹോജിമിൻ എത്തി. എവിടെ നോക്കിയാലും ഫിഡൽ കാസ്ട്രോ എത്തി.
എവിടെ നോക്കിയാലും സമരം നയിക്കുന്നവരാണ് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ മഹാത്മാഗാന്ധിയുടെ കാര്യത്തിലോ അദ്ദേഹം പറഞ്ഞെന്താണ്? ആർക്കെങ്കിലും കൊടുത്തോളൂ. നെഹ്റുവിന് കൊടുത്തേക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അധികാരം പോലും ഉപേക്ഷിച്ചിട്ട് പോയ ആ ബൗദ്ധ പാരമ്പര്യം, ബുദ്ധൻ ചെയ്തതുപോലെ തന്നെ ചെയ്ത ആ ഒരു പാരമ്പര്യം, ആ മഹാമനസ്കത, ആ സർവ സംഘപരിത്യാഗത, ഇതൊക്കെ വളർത്തി എടുക്കുകയും കൂടി ചെയ്യണം. നമ്മുടെ കുട്ടികളെ, അല്ലെ നമ്മുടെ വരുന്ന തലമുറകളെ ഇത്തരം മത്സരങ്ങൾക്കും വിഭവ സമാഹരണത്തിനുള്ള ശക്തി ആർജിച്ചു കൊടുക്കുമ്പോൾ അതോടൊപ്പം ഇതും കൂടി ചെയ്യണം. അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. മാറി നിട്ടാൽ ഒരുപക്ഷെ നമ്മളും ഒറ്റപ്പെട്ടു പോയേക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അത് ഒരുമിച്ച് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വംശീവിഭൂഷിതകരാത് നവനീരദാഭാത് പീതാംബരാദരുണബിംബഫലാധരോഷ്ഠാത് പൂർണേന്ദുസുന്ദരമുഖാത് അരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. കൃഷ്ണാത് പരം കിമപി തത്വം അഹം ന ജാനേ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ. അന്യാശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സർവേഷാം കുടുംബസദസ്യാനാം നമസ്കാരഃ. ഭാരതീയ വിചാരധാര അസ്മാകം ഭാരതീയ സാഹിത്യെ സുഭാഷിതസ്വരൂപേണ വിരാജത്തെ. തത്ര കാര്യനിർവഹണ ക്ഷേത്രേ അഥവാ ആധുനിക കാര്യനിർവഹണ ക്ഷേത്രേ അധുനാതന കാര്യനിർവഹണ ക്ഷേത്രേ സുഭാഷിതാനാം സന്ദേശഃ ഇതി മമ അദ്യതന വിഷയഃ. ദാക്ഷാമ്ലാനമുഖീ ജാതാ ശർക്കരാ ചാശ്മതാം ഗതാ. ദ്രാക്ഷാഫലം അതിമധുരം. സാ ദ്രാക്ഷ മ്ലാനത്വം പ്രാപ്ത. ശർക്കര അതിമധുരം കിന്തു ശർക്കര ശിലാഖണ്ഡം ജാതം. കുത്ര സുഭാഷിതരസസ്യാഗ്രേ. സുഭാഷിതം ഇതി രസം, സുഭാഷിതം ഇതി അമൃതം. തസ്യ പുരതഃ തസ്യ സമീപേ ദ്രാക്ഷാഫലസ്യ മാധുര്യം നാസ്തി, ശർക്കരായാः മാധുര്യം നാസ്തി. സുധാ ഭീതാ ദിവം ഗതാ. സുധാ അമൃതം. സുധാം പീത്വാ അമൃതം പീത്വാ സർവേ അമരത്വം പ്രാപ്നുവന്തി.
സാ സുധാ അപി ഭയേന ദിവം ഗത സ്വർഗം ഗത കിം ദൃഷ്ട്വാ സുഭാഷിതം ദൃഷ്ട്വാ താദൃശ മഹത്വം അസ്തി സുഭാഷിതസ്യ. പൃഥിവ്യാം ത്രീണി രത്നാനി ജലം അന്നം സുഭാഷിതം മൂഢൈഃ പാഷാണഖണ്ഡേഷു രത്നസംജ്ഞാ വിധീയത്തെ. മൂഢാഃ വയം മനുഷ്യാഃ പാഷാണഖണ്ഡം ദൃഷ്ട്വാ മരതകം ഗോമേതകം വൈഡൂര്യം മാണിക്യം ഇതി വൃഥാ വദന്തി തത് സത്യം നാസ്തി. മരതകം വൈഡൂര്യം മാണിക്യം സർവം പാഷാണഖണ്ഡം ശിലാഖണ്ഡഃ. രത്നം കിം സുഭാഷിതം. അന്യത് സർവം ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ സുഭാഷിതം. താദൃശ മഹത്വം അസ്തി സുഭാഷിതസ്യ. അസ്മാകം ഭാരതീയാനാം ജീവനം കഥം ഭവതു, കിം ആചരണീയം കിം ന ആചരണീയം, കിം ഭോക്തവ്യം കിം ന ഭോക്തവ്യം, കിം വക്തവ്യം കിം ന വക്തവ്യം, കിം ദ്രഷ്ടവ്യം കിം ന ദ്രഷ്ടവ്യം, കിം ശ്രോതവ്യം കിം ന ശ്രോതവ്യം, സർവം സുഭാഷിതേ അസ്തി. വയം ന ജാനീമഃ. വയം യഥാ ഇദാനീം ഐസക് മഹോദയഃ ഉക്തവാൻ, വയം സർവേപി പാശ്ചാത്യ സംസ്കൃതേഃ അന്ധകാരേ അന്ധകൂപേ പതിതവന്തഃ. യഥാ ഭാഗവതം വദതി സംസാര അന്ധകൂപം ഇതി. അത്ര സംസാര അന്ധകൂപം ന പാശ്ചാത്യ സംസ്കൃതി രൂപ അന്ധകൂപേ വയം പതിതവന്തഃ. അന്ധകൂപാത്, അന്ധകൂപം ഇത്യുക്തെ പൊട്ടക്കിണർ ഇത് വദാമः കില. അന്ധകൂപാത് രക്ഷാം പ്രാപ്തും ഉത്തമ ഉപായഃ അസ്തി സുഭാഷിതാനി. ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഇതി ന അസ്മാകം സംസ്കൃത സാഹിത്യെ ലക്ഷ 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 സുഭാഷിതാനി സന്തി. മമ പ്രാതഃകാലീന അമൃത ടി വി ഉദയാമൃതം കാര്യക്രമം ദൃഷ്ട്വാ കേചന ജനാः മമ സമീപം ആഗത്യ പൃച്ഛന്തി ഏതാവत् സുഭാഷിതം അസ്തി വാ ഇതി. ഭവാൻ പ്രതിദിനം ഏകൈകം സുഭാഷിതം വദതി, ഏതാവत् സുഭാഷിത സംഗ്രഹः ഭാരതെ അസ്തി വാ ഇതി ആശ്ചര്യം. അഹം ഉക്തവാൻ ഏതാവत् ന ഇതോപി ബഹു 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 അധിക സുഭാഷിതാനി സന്തി. മമ ആയുഷ്കാലപൂർണം ഏകൈകദിനെ ഏകൈകം സുഭാഷിതം അഹം വദാമി ചേതപി സമാപനം ന ഭവതി. തദേവ സംസ്കൃത സാഹിത്യസ്യ മഹത്വം, ഭാരതീയ വിചാരധാരായാः മഹത്വം. സുഭാഷിതേഷു യേ യേ സന്ദേശാः സന്തി ते सर्वेपि सन्देशाः अस्माकं वेदे सन्ति, पुराणेषु सन्ति, उपनिषत्सु ते सन्देशाः सन्ति, दर्शनेषु ते सन्देशाः सन्ति. भाषितरूपेण दत्तवन्तः. स्पष्टं ज्ञातं वा? अर्थज्ञानं भवति? मम भाषणस्य अर्थज्ञानं भवति? किञ्चित् समाधानं. मुखे किञ्चित् हासः दृश्यते. वेद तत्त्वं तावत् सरलं नास्ति. वेदतत्त्वं किञ्चित् कठिनं भवति, प्रौढं भवति. अतः वेदतत्त्वं सुभाषिते निहितं स्थापितं. तत्र
മാനേജ്മെന്റ് അഥവാ കാര്യനിർവഹണം അത്ര പ്രായഃ വയം സർവേ അപി കാര്യകർത്താരഃ. കാര്യകർത്താരഃ ഇത്യുക്തെ വയം കാര്യം കുർമഃ. കാര്യം വിനാ ന കോപി ഏകം നിമേഷമപി ന തിഷ്ഠതി. കർമ്മം വിനാ ഭഗവത്ഗീതായാം വദതി കർമ്മ വിനാ കോപി ഏകം ക്ഷണമപി ന തിഷ്ഠതി. ജാതു തിഷ്ഠത്യകർമ്മകൃത്. തർഹി വയം സർവേ കാര്യം കുർമഃ. സ്വയം കാര്യം കുർമഃ തത് മാനേജ്മെന്റ് ന. സ്വയം കാര്യം കുർമഃ ഇതി കാര്യനിർവഹണം ന. സ്വയം കാര്യം കൃത്വാ അന്യാൻ അപി യോജയിത്വാ സർവേഷാമപി സംയോജനേന മേളനേന ഐക്യേന കാര്യനിർവഹണമേവ കാര്യനിർവഹണം ഇതി വയം വദാമഃ. തത്രൈവ നിർവഹണ സാമർഥ്യം ആവശ്യകം. അമന്ത്രം അക്ഷരം നാസ്തി നാസ്തി മൂലമനൗഷധം അയോഗ്യഃ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭഃ. സർവ അക്ഷരാണി മന്ത്രാണി. സംസ്കൃതഭാഷായാം ഏകൈക അക്ഷരം സ്വീകരോതു ഏകൈകം അക്ഷരമപി മന്ത്രഃ. മന്ത്രരഹിതം ഇതി ഏകമപി അക്ഷരം ലോകേ നാസ്തി. സർവസസ്യാനാമപി മൂലം വേര് ഔഷധമേവ. ഔഷധരഹിതം സസ്യമൂലം നാസ്തി. അയോഗ്യഃ പുരുഷോ നാസ്തി. അയോഗ്യഃ ഇതി ലോകേ കോപി മനുഷ്യഃ നാസ്തി. സർവേപി മനുഷ്യാഃ യോഗ്യാഃ. ഏകൈകഃ ഏകൈകസ്മിൻ വിഷയേ യോഗ്യഃ. ഏകഃ ഭാഷണേ യോഗ്യഃ, ഏകഃ സേവാകാര്യെ യോഗ്യഃ, ഏകഃ പ്രക്ഷാളനകാര്യെ യോഗ്യഃ, ഏകഃ ശുചീകരണവിഷയേ യോഗ്യഃ, ഏകഃ പാകം കർത്തും പാചകം കർത്തും യോഗ്യഃ, ഏകഃ സർവേഷാം ആഹ്വാനം കർത്തും യോഗ്യഃ. കഃ അയോഗ്യഃ? കഃ അയോഗ്യഃ അസ്തി? അയോഗ്യഃ ഇതി ലോകേ കോപി നാസ്തി. കിന്തു കഃ